ഉസ്ബെക്കിസ്ഥാനിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്. ഉസ്ബെക്കിസ്ഥാന്റെ കിഴക്കൻ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷം വൈകുന്നേരത്തോടെ തിരിച്ച് താഷ്കന്റ് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. താഷ്കന്റ് നഗരത്തിൽ എത്തുന്നതിന് മുൻപ് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ കൂടി കയറി. ഇവിടെ ഒരു വൈനറിയുണ്ട്, ഒരു മുന്തിരിത്തോട്ടവും വൈൻ നിർമ്മാണ കേന്ദ്രവും. ഉസ്ബെക്കിസ്ഥാനിൽ വന്ന ശേഷം ഒരു മുന്തിരിത്തോട്ടം ഇതുവരെ കണ്ടില്ലല്ലോ. അതൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഗ്രാമത്തിലേക്ക് വണ്ടി വിടുന്നത്. സുഹൃത്ത് രാകേഷാണ് വണ്ടി ഓടിക്കുന്നത്. ഉസും ഫെർമർ എന്ന ഒരു ഫാമാണ് ലക്ഷ്യം. പലയിടത്തും അതിന്റെ ബോർഡ് കണ്ടു. ബോർഡ് തരുന്ന ദിശ നോക്കി ഞങ്ങൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്. പല വഴികളിലൂടെ ചുറ്റിയും തിരിഞ്ഞുമുള്ള യാത്ര. ഇടയ്ക്ക് രാകേഷിന് വഴി തെറ്റിപ്പോകുന്നുണ്ട്. സ്ഥലം കണ്ടുപിടിക്കാൻ നന്നേ ബുദ്ധിമുട്ടി. ജനവാസ കേന്ദ്രങ്ങളാണ്. പുതിയ കാലത്തെ അപ്പാർട്ട്മെന്റുകളുണ്ട്. അതിനിടയിലൂടെ എത്തുമ്പോൾ ഒരു ടെമ്പോ വാനും കുറച്ചു കാറുകളുമൊക്കെ കിടക്കുന്ന ഒരു ഭാഗം. ഇത് തന്നെയാണ് അന്വേഷിച്ച ഇടമെന്ന് മനസ്സിലായി. അവിടെ ഒരു ബോർഡ് കണ്ടു, ഉസും ഫെർമർ. വലിയൊരു കോമ്പൗണ്ടിനകത്തേക്കാണ് വണ്ടി കയറി ചെല്ലുന്നത്. കുറച്ചു കാറുകൾ അവിടെയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ല. അവിടെ വലിയൊരു കെട്ടിടം കണ്ടു. അതിനു മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ ഈ ഫാമിൽ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഫെസിലിറ്റികളൊക്കെ ഒരുക്കിയിട്ടുമുണ്ട്. ഒരു യുർട്ട് ഒരിടത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഭാഗം വലിയൊരു ഉദ്യാനമാണ്. പക്ഷേ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ലക്ഷണമൊന്നുമില്ല. അതിലൂടെ കുറച്ച് നടന്നു ചെല്ലുമ്പോഴേക്കും അവിടെ മുന്തിരിത്തോട്ടമുണ്ട്. പിന്നെ ചില റെസ്റ്റോറന്റുകളും. ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. കുറച്ചുകൂടി നടന്ന് ഞങ്ങൾ പ്രധാന കെട്ടിടത്തിന്റെ അകത്തേക്കു കയറി. ഇവിടെ കുറച്ച് ആളനക്കമുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഒരു റിസപ്ഷൻ ഏരിയയുണ്ട്. അവിടെയുള്ള ജീവനക്കാരൻ നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഫാം ഒന്ന് കാണാൻ വന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനായി ടൂറുണ്ട്. അതിന് 1,50,000 സോം കൊടുക്കണം. കമ്പനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ, മെമന്റോകൾ, അപ്രീസിയേഷനുകൾ അങ്ങനെ പലതും ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട്. 1.5 ലക്ഷം സോം കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു. അസം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളാണ്. അസമിന്റെ പേരൻസ് ആണ് ഈ ഫാം ആരംഭിച്ചത്. അസം തന്നെ എന്നെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ടെലിവിഷനിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ വലിയ ആവേശമായി. ആദ്യം ഇതിന്റെ ചരിത്രം പറഞ്ഞു തന്നു. 2008 അസമിന്റെ കുടുംബം ഇവിടെ 1 ഹെക്ടർ ഭൂമി വാങ്ങുന്നത്. അന്ന് പഴങ്ങളുടെയും പൂക്കളുടെയും കൃഷിയായിരുന്നു ലക്ഷ്യം. പിന്നീടാണ് മുന്തിരി കൃഷിയെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ 20 ഹെക്ടർ സ്ഥലം കൂടി വാങ്ങി. പലയിനം മുന്തിരികൾ കൃഷി ചെയ്തു. 100 ഇനം ടേബിൾ ഗ്രേപ്സും വൈൻ നിർമ്മാണത്തിനുള്ള 20 ഇനം മുന്തിരിയും ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. 2 ഹെക്ടർ പ്രദേശത്ത് വൈവിധ്യമാർന്ന പൂക്കളുടെ കൃഷിയും നടക്കുന്നു. വീൻയാർഡിന്റെ കുറച്ചു ഭാഗങ്ങളിലേക്കൊക്കെ അസം എന്നെ കൊണ്ടുപോയി. മുന്തിരി കായ്ച്ചു കിടക്കുന്നു. ഞാൻ ചെല്ലുന്നത് ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യമാണ്. ഓഗസ്റ്റിന്റെ അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും വിളവെടുപ്പിന് സമയമാകും. വിളവെടുക്കുന്ന സമയത്താണ് മുന്തിരി വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി സംസ്കരിക്കാനിടുന്നത്. ഇപ്പോൾ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫാമിനകത്തുകൂടി കുറേ ദൂരം നടന്നു. ഇപ്പോൾ ടൂറിസത്തിലൂടെയും വൈൻ ഉൽപാദനത്തിലൂടെയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അസം തന്നെയാണ്. ചൈനീസ് ശൈലിയിലും ഇറ്റാലിയൻ ശൈലിയിലും തുടങ്ങി 8 ലോകോത്തര രീതികളിൽ ഇവിടെ കൃഷി നടക്കുന്നുണ്ട്. അതിന്റെ ഗ്രീൻ ഹൗസുകളും മറ്റുമുണ്ട്. വിശാലമായ ഏരിയ തന്നെയാണിത്. അത് കഴിഞ്ഞ് വൈൻ പ്രോസസ്സ് ചെയ്യുന്ന ഭാഗം കാണിക്കാൻ വേണ്ടി അസം എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും തൊഴിലാളികളെല്ലാം പോയിരുന്നു. അസം തന്നെ എനിക്ക് വേണ്ടി ഫാക്ടറി തുറന്നു. എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് വിളവെടുത്ത മുന്തിരി ആദ്യം ക്ലീൻ ചെയ്ത് ക്രഷ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. ചതച്ച മുന്തിരി ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നത് ഈ സ്റ്റീൽ ബാരലുകളിലാണ്.
ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഫെർമെന്റേഷൻ. തുടർന്ന് ക്ലാരിഫിക്കേഷൻ എന്ന ഊറ്റിയെടുക്കൽ പ്രക്രിയയ്ക്ക് ശേഷം ഏജിങ്ങിനായി അടുത്ത സ്ഥലത്തേക്ക് മാറ്റും. മുന്തിരി കൃഷി ചെയ്യുന്ന മെഷീനൊക്കെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ടെമ്പറേച്ചർ കൂടിയ സമയമാണ് ഓഗസ്റ്റ്. ആ സമയത്താണ് മുന്തിരി വിളവെടുക്കുന്നത്. അപ്പോൾ തണുപ്പ് നിലനിർത്താൻ വേണ്ടി AC-യിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ. യൂറോപ്പിലൊക്കെ ഭൂഗർഭത്തിൽ വൈൻ സൂക്ഷിക്കുമ്പോൾ ഇവിടെ AC കൊണ്ട് താപനില നിയന്ത്രിക്കുകയാണ്. ഇവിടെ നിന്ന് വീണ്ടും ഭൂമിക്കടിയിലുള്ള ഒരു നിലയിലേക്ക് നടന്നു ചെല്ലാം. അതൊക്കെ ലോക്ക് ചെയ്ത് സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. പ്രതിവർഷം 1 ലക്ഷം ലിറ്റർ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കമ്പനി. ഭൂഗർഭ നിലയിലുമുണ്ട് കുറേയേറെ സ്റ്റീൽ ബാരലുകൾ. ഇവിടെയാണ് പ്രോസസ് ചെയ്ത വൈൻ ഏജ് ചെയ്യാനായി ഇടുന്നത്. വൈനിന്റെ രുചിയും മണവുമൊക്കെ കൃത്യമാവുക ആ സമയത്താണ്. സ്റ്റീൽ ബാരലുകളിൽ ഏജ് ചെയ്യാനിടും. അതുപോലെ ഓക്ക് തടി കൊണ്ടുണ്ടാക്കിയ വീപ്പകളിലും. ഇവർ ചില്ലുകുപ്പികളിലും വൈൻ ഏജിങ്ങിനായി ഇടാറുണ്ട്. തങ്ങളുടെ വൈൻ നിർമ്മാണ രീതികളാണ് അസം പറഞ്ഞു തരുന്നത്. ഇറ്റലിയിൽ നിന്നാണ് ഈ കാസ്കുകൾ ഇവർ കൊണ്ടുവരുന്നത്. ഉസും ഫെർമറിന്റെ ലോഗോ പതിച്ച കാസ്ക്. അതുണ്ടാക്കിയ കമ്പനിയുടെ പേരും അതിലുണ്ട്. ഗോർബെല്ലല്ലോ എന്ന കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോട്ടിലിംഗ് ഏരിയയാണ് ഇത്. പല ബ്രാൻഡുകൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ കഥകളൊക്കെ ഇദ്ദേഹം പറഞ്ഞു. റെഡ് വൈൻ, വൈറ്റ് വൈൻ, റോസ് വൈൻ, ഓറഞ്ച് വൈൻ, സ്വീറ്റ് വൈൻ, ഫ്രൂട്ട് വൈൻ എന്നിവയാണ് ഇവരുണ്ടാക്കുന്ന പ്രധാന വൈൻ ഇനങ്ങൾ. ഒരു ഫാമിലി വൈനറിയാണ് ഉസും ഫെർമർ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രധാന അംഗങ്ങളെല്ലാം മുഴുവൻ സമയമോ പാർട്ട് ടൈമായോ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഭൂഗർഭത്തിലെ തന്നെ ഒരു സെല്ലാറിലേക്കാണ് പിന്നെ ചെല്ലുന്നത്. ഇവിടെ ബോട്ടിൽ ചെയ്ത പല ഏജിലുള്ള വൈൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് ഇവരുടെ ഒരു സ്റ്റോറേജ് ആണ്. വൈൻ കളക്ഷൻ, അതായത് കുപ്പിക്കകത്താക്കിയ വൈൻ വർഷങ്ങളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവർ 2012-ലാണ് വൈൻ ഉൽപാദനം തുടങ്ങിയത്. അന്ന് മുതലുള്ള പല ബ്രാൻഡിലുള്ള വൈൻ ഭാവിക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു സെല്ലാറാണിത്. ഇപ്പോൾ ഇത് എടുക്കില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് അസം വിശദീകരിച്ചു. ഓർഗാനിക് രീതിയിൽ വൈൻ ഉണ്ടാക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലെ പ്രമുഖ കമ്പനി എന്ന ഖ്യാതി ഈ വൈനറിക്കുണ്ട്. ഇനി ടേസ്റ്റിംഗ് ആണ്. അതിന് മുകളിലത്തെ നിലയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് അസം. ഈ കെട്ടിടത്തിന്റെ തന്നെ മുകൾ നിലയിലാണ് വൈൻ ടേസ്റ്റിംഗ് നടക്കുന്നത്. അവിടേക്ക് കയറി ചെന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഫാമും ഗ്രീൻ ഹൗസുകളും ഫാക്ടറിയുടെ ഭാഗമായ മറ്റു കെട്ടിടങ്ങളുമൊക്കെ കാണാം. ഒരു റെസ്റ്റോറന്റ് പോലെ തന്നെയാണിവിടം. ഇവിടെയാണ് വൈൻ ടേസ്റ്റിംഗ് നടക്കുന്നത്. വൈൻ കഴിക്കാൻ വേണ്ടി മാത്രം ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഒരു ഭാഗത്ത് കുറച്ചുപേർ വൈനും കഴിച്ച് വെടിവെട്ടവുമായി ഇരിക്കുന്നത് കണ്ടു. എനിക്ക് വൈൻ ടേസ്റ്റിംഗിനായി ഒരു ടേബിൾ സെറ്റ് ചെയ്തു. ചീസും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് ഇവരുടെ ബ്രാൻഡുകളിലുള്ള 5 കുപ്പി നിരത്തി വെച്ചു. ഇവിടെ ഇംഗ്ലീഷ് അറിയുന്ന പ്രധാനയാൾ അസമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് അറിയുന്നവർ വരുമ്പോൾ ഇദ്ദേഹം തന്നെ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റ് സ്റ്റാഫിന് ഉസ്ബെക് ഭാഷയോ റഷ്യനോ മാത്രമേ അറിയുകയുള്ളൂ. 6 ബ്രാൻഡാണ് കൊണ്ടുവരേണ്ടത്. ഒരെണ്ണം കൂടി കൊണ്ടുവന്ന് എണ്ണം തികച്ചു. പിന്നെ ഓരോന്ന് ക്രമത്തിൽ എടുത്തു തുടങ്ങി. ആദ്യം ഒരു ഇൻട്രൊഡക്ഷനാണ്. എങ്ങനെയാണ് കഴിക്കേണ്ടത്, വൈൻ ടേസ്റ്റിംഗ് എന്താണ് എന്നതിന്റെ പരിശീലനമൊക്കെ തന്നു. ഇതിന്റെ കൂടെ ചീസേ കഴിക്കാവൂ. ആദ്യമെടുത്ത ബ്രാൻഡ് റൺവൈസ് എന്ന വൈനാണ്. അതിന്റെ വിശേഷണങ്ങളും ഗുണഗണങ്ങളും വിവരിച്ചു. പല്ലിൽ കമ്പിയിട്ടിരിക്കുന്നത് കൊണ്ട് പറയുന്നത് അത്ര വ്യക്തമല്ല. തുടർന്ന് ഒരു 1/2 സ്പൂൺ വൈൻ എനിക്ക് ഒഴിച്ചു തന്നു. ഇത്രയും ദാരിദ്ര്യം പിടിച്ച വൈൻ ടേസ്റ്റിംഗ് ഞാൻ ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല.
അടുത്തത് റീസ്ലിംഗ് എന്ന വൈനാണ്. അതും ഒഴിച്ചു ഒരു 3/4 സ്പൂൺ. റീസ്ലിംഗ് കഴിഞ്ഞാൽ പിന്നെ കാലിസ്റ്റോ എന്ന വൈനാണ്. ഓരോന്നിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗുണഗണങ്ങൾ, അത് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് എന്താണ്, അത് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഏജിംഗ് എത്രയാണ് എന്നൊക്കെയാണ് വിവരണം. അടുത്തത് കാലിസ്റ്റോ എടുത്തൊഴിച്ചു. അതും ഈ പറഞ്ഞതുപോലെ 1/2 സ്പൂൺ. അളവൊട്ടും കൂടുന്നില്ലെന്ന് ആശാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുതലാളി തന്നെ വൈൻ ടേസ്റ്റിംഗിന് വരുന്നതെന്നതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായി. അടുത്തത് ജുപ്പിറ്റർ ആണ്. ജുപ്പിറ്ററും ഒഴിച്ചു, അതും കഴിച്ചു. പിന്നെ നൗറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നൗറയും തുള്ളി തുള്ളിയായി അളന്നൊഴിച്ചു. പിന്നെ മെറി താഷ് എന്ന മറ്റൊരു ബ്രാൻഡ്, അതാണ് ഇവരുടെ ഏറ്റവും പ്രീമിയം ബ്രാൻഡ് അത്രേ. മെറി താഷിന് എന്തൊക്കെയോ അവാർഡ് കിട്ടി എന്നൊക്കെ ആശാൻ അവകാശപ്പെടുന്നുണ്ട്. മെറി താഷും 1 സ്പൂൺ തന്നു. പിന്നെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് വാങ്ങാമെന്നും പറഞ്ഞു. വീണ്ടും വരണമെന്നും ഇന്ത്യക്കാരെയൊക്കെ ഇതിന്റെ കാര്യങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അറിയിച്ചിരിക്കുമെന്ന് ഞാനും പറഞ്ഞു. രാകേഷ് വണ്ടി എടുത്തുകൊണ്ടുവന്നു. നേരം സന്ധ്യയായതുകൊണ്ട് അവിടെ നിന്നിറങ്ങി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. നിങ്ങൾ ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിന് സാക്ഷിയാണ്. കേൾവിക്കാർ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നല്ല ഭാഷയിൽ അത് വിവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ 8943599900 എന്ന നമ്പറിലേക്ക് മൈ സ്റ്റോറി എന്ന് വാട്സ്ആപ്പ് ചെയ്യൂ. താഷ്കണ്ടിൽ നിന്നും 15 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടെ ഉസും ഫെർമർ വൈനറി മാത്രമേ ഉള്ളൂ. വേറെ അധികം വൈനറികൾ ഈ ഭാഗത്തില്ല. ഉസും ഫെർമർ കമ്പനിയുടെ വരവോടെയാകാം ഈ പ്രദേശം ഒന്ന് ഉണർന്നതും. ധാരാളം ടൂറിസ്റ്റുകൾ ആ വൈനറി കാണാൻ വരുന്നു. ഞാൻ നേരത്തെ കയറിയ വൈനറിയുടെ കെട്ടിടത്തിനോടനുബന്ധിച്ച് 10 മുറികളുള്ള ഒരു ഹോട്ടലും പ്രവർത്തിക്കുന്നുണ്ട്. വീൻയാർഡിന് പുറമെ 2 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന എക്സോട്ടിക് ഗാർഡനും അവിടുത്തെ ഒരു ആകർഷണമാണ്. യാത്രക്കിടെ കുറെ ഫാമുകൾ പലയിടത്തും കാണുന്നുണ്ട്. അവിടം പിന്നിടുന്നതോടുകൂടി താഷ്കണ്ട് നഗരത്തിലേക്ക് കയറി. വലിയ കോട്ട കെട്ടിയതുപോലെ അപ്പാർട്ട്മെന്റുകൾ റോഡിന്റെ ഒരു വശത്ത് നിൽക്കുന്നത് കാണാം. സോവിയറ്റ് കാലഘട്ടം മുതലുള്ള ഒരു സംസ്കാരമാണ് ഇത്തരം ഫ്ളാറ്റുകൾ. നിരയൊപ്പിച്ച് വലിയ മതിൽക്കെട്ടുകൾ പോലെ അത് പണിതുവച്ചിരിക്കുന്നു. താഷ്കണ്ട് നഗരത്തിൽ നിന്നും നാളെ എനിക്ക് വേറെ ചില സ്ഥലങ്ങളിലേക്ക് പോകണം. ഇവിടുത്തെ ലേ ഗ്രാൻഡ് പ്ലാസ എന്ന ഹോട്ടലിലേക്കെത്തി. നേരം 8 മണിയായിരിക്കുന്നു. ഇവിടെ എത്താൻ ഒരു കാരണമുണ്ട്. താഷ്കണ്ടിലുള്ള മലയാളികളുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടി അവർ ഇവിടെ വന്നിട്ടുമുണ്ട്. ലേ ഗ്രാൻഡ് ഹോട്ടലിലെ രാജ് കപൂർ എന്ന റെസ്റ്റോറന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റാണ്. ഇവിടെ വന്ന ഇന്ത്യൻ പ്രമുഖരുടെയെല്ലാം ചിത്രങ്ങൾ വരച്ച് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്നു. രാജ് കപൂർ റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗത്ത് ഇതാ ഇവിടുത്തെ മലയാളികൾ ഹാജരായിരിക്കുന്നു. രാകേഷിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഇലക്ട്രിക് കാറുകളുടെ ഡീലറായ പ്രവീണാണ്. അതിനപ്പുറം യോഗ പരിശീലകൻ പവി. 6 മലയാളികളും ഒരു പഞ്ചാബിയുമുണ്ട്. ഇടതുവശത്ത് ചുവന്ന ടീഷർട്ടും ഇട്ടിരിക്കുന്നത് വർഗീസ് അച്ചായൻ. അങ്ങേയറ്റത്തിരിക്കുന്നത് ആർമി ഓഫീസർ സുമേഷ് മേനോൻ. ഈ കറുത്ത ടീഷർട്ട് ഇട്ടിരിക്കുന്നയാൾ ഒരു ഫിനാൻസ് മാനേജറാണ്, നൌഷാദ്. അതിനപ്പുറം മിഥുൻ. ഏറ്റവും അങ്ങേയറ്റത്തിരിക്കുന്നത് മഞ്ജിത് സിംഗ്. ഇവരൊക്കെ ഓരോ പ്രൊഫഷണലിലാണ് ഇവിടെ. ചിലർ അക്കൗണ്ട്സ് മേഖലയിൽ. ഇന്ത്യൻ ആർമിയിലെ സീനിയർ ഉദ്യോഗസ്ഥർ ഫോറിൻ മിനിസ്ട്രിയുടെ ഭാഗമായി ഇവിടെയുണ്ട്. നാടൻ വിഭവങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പൊറോട്ടയും ചിക്കൻ കറിയും. ഇതുകൊണ്ടുള്ള ഗുണം എന്താ പറയുക, ആദ്യം ഞാൻ കഴിക്കും. ചിക്കൻ ചെട്ടിനാടും മറ്റുമാണ്. ചെട്ടിനാട്. അങ്ങനെ നാടൻ കറികളും നാടൻ പൊറോട്ടയും ഒക്കെ കഴിച്ചും സംസാരിച്ചുമിരുന്നു. അപ്പോഴേക്കും റെസ്റ്റോറന്റിന്റെ മാനേജർ വന്നു. പേര് റിജി എന്നാണ്, പത്തനംതിട്ടക്കാരൻ. റിജിയും 8-10 കൊല്ലമായി ഇവിടെയുള്ളതാണ്.
ഞങ്ങൾ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും പറഞ്ഞ് 2 മണിക്കൂറോളം ഇരുന്നു. പിന്നെ അവിടെ നിന്നിറങ്ങി. എനിക്ക് ഹോട്ടലിലേക്ക് പോകണം. പുലർച്ചെ എഴുന്നേറ്റ് യാത്ര തുടങ്ങേണ്ടതാണ്. അടുത്ത ദിവസം പ്രഭാതം 4:30 ആയപ്പോൾ തന്നെ ഞാൻ റെഡിയായി. ലോബിയിലെത്തുമ്പോൾ അവിടെ ചെക്കൗട്ട് ചെയ്യാൻ പലരും കാത്തിരിപ്പുണ്ട്. പക്ഷേ ഞാൻ ചെക്കൗട്ട് ചെയ്യുന്നില്ല. തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. പുറത്തേക്ക് ചെല്ലുമ്പോൾ രാകേഷ് എത്തിയിരിക്കുന്നു. കൂടെ രാകേഷിന്റെ സുഹൃത്ത് മഞ്ജിത് സിംഗുമുണ്ട്. ഞാനും രാകേഷും എയർപോർട്ടിലേക്കാണ് പോകുന്നത്. മഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത് കാറ് തിരിച്ചു കൊണ്ടുവരുന്നതിനായാണ്. രാവിലെ 6:55 ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അത് ബുക്കാറയിലേക്കാണ്. വലിയ ചരിത്രമുള്ളൊരു നഗരമാണ് ബുക്കാറ. രാജ്യത്തിന്റെ ഏതാണ്ട് കിഴക്കുഭാഗത്താണ് താഷ്കണ്ടെങ്കിൽ ബുക്കാറ പടിഞ്ഞാറേ അറ്റത്തോട് ചേർന്നാണ്. ഏതാണ്ട് 600 കിലോമീറ്റർ യാത്ര ചെയ്യണം അവിടേക്ക്. റോഡ് മാർഗം പോവുകയാണെങ്കിൽ 8.5 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലേ ബുക്കാറയിലെത്തുകയുള്ളൂ. അതിനു മാത്രം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. 2 മണിക്കൂർ നേരത്തെ എയർപോർട്ടിൽ ചെല്ലണം. രാകേഷ് എന്നെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ കനത്ത സെക്യൂരിറ്റിയും മറ്റുമാണത്രേ. പണ്ട് കാലത്തെ സിസ്റ്റമാണ് ഇപ്പോഴും. കുറച്ച് നേരത്തെ പോകണമെന്ന് രാകേഷ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 2.5 മണിക്കൂർ മുൻപേ അങ്ങോട്ട് പോവുകയാണ്. 6:55 ഫ്ലൈറ്റ്. സാധാരണഗതിയിൽ 5 മണി കഴിയുമ്പോൾ ചെന്നാൽ മതി. സിറ്റിയുടെ ഒരു ഭാഗത്ത് തന്നെയാണ് എയർപോർട്ട്. പക്ഷേ ഞങ്ങൾക്കൊരു സംശയമുണ്ടായി. ആ സംശയം ശരിയായിരുന്നു. ഡൊമസ്റ്റിക് ടെർമിനൽ വേറൊരു ഭാഗത്താണ്, കുറെ അകലെ. പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചു. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. കുറെ കിലോമീറ്റർ അകലെയാണ് ഡൊമസ്റ്റിക് ടെർമിനൽ. കുറെ കൃഷിയിടങ്ങളും ഗ്രാമം പോലുള്ള പ്രദേശങ്ങളും എല്ലാം പിന്നിടുന്നുണ്ട്. ഒറ്റ റൺവേയേ ഉള്ളൂ ഇവിടുത്തെ എയർപോർട്ടിന്. റൺവേയുടെ മറുവശത്താണ് ഡൊമസ്റ്റിക് ടെർമിനൽ. റൺവേയെ ചുറ്റി മറുവശത്ത് ചെല്ലണം. ഏതാണ്ടൊരു 1/2 മണിക്കൂർ ഓടിയിട്ടാണ് ഡൊമസ്റ്റിക് ടെർമിനൽ കണ്ടുപിടിക്കുന്നത്. താഷ്കണ്ട് എയർപോർട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് ഡൊമസ്റ്റിക് ടെർമിനൽ. അതിനടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ നിർമ്മിതി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല വൃത്തിയുള്ള ഒരു കെട്ടിടം. വളരെ ലളിതമാണ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. വിമാനത്തിലേക്ക് ആളെ കയറ്റി വിട്ടു തുടങ്ങി. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിന്റെ വിമാനം തന്നെയാണ്. ഇതിൽ ഏതാണ്ട് 1 മണിക്കൂർ പറന്നാൽ ബുക്കാറ എന്ന ചരിത്ര നഗരത്തിലേക്കെത്തും. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് ചെന്നു കയറി. ഉസ്ബെക്കിസ്ഥാനിൽ 15ഓളം എയർപോർട്ടുകളുണ്ട്. അവയെല്ലാം കണക്ട് ചെയ്ത് ഡൊമസ്റ്റിക് വിമാന സർവീസ് ഭംഗിയായി നടക്കുന്നുമുണ്ട്. എല്ലാ സീറ്റിലും ആളുണ്ട് ഈ വിമാനത്തിൽ. ടൂറിസ്റ്റുകൾ മാത്രമല്ല, ബിസിനസ്സുകാരും സ്വന്തം രാജ്യത്തിനകത്തെ പലവിധ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരുമൊക്കെയുണ്ട്. വിമാനം കൃത്യസമയം തന്നെ പാലിച്ചു. ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസ് തെറ്റില്ലാത്തൊരു എയർലൈനാണ്. 33 വിമാനങ്ങളാണ് ഇവർക്കുള്ളത്. 58 ഇടങ്ങളിലേക്ക് സർവീസുമുണ്ട്. എയർപോർട്ടിന്റെ റൺവേയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് വിമാനം ആകാശത്തേക്ക് ഉയർന്നു. അതിനിടെ ഇന്റർനാഷണൽ ടെർമിനൽ എവിടെയെന്ന് കാണാൻ പറ്റിയില്ല. താഷ്കണ്ടിലേക്ക് ഇനി ഞങ്ങൾ വിമാനത്തിലല്ല വരിക. താഷ്കണ്ട് നഗരത്തെ പിന്നിലാക്കി ഇനി ഒരൊറ്റ മണിക്കൂർ നീളുന്ന ഒരു യാത്ര. രാവിലെ 7 മണി ആയതേ ഉള്ളൂവെങ്കിലും വെയിൽ നന്നായി പരന്നിരിക്കുന്നു. സമ്മർ ആയതുകൊണ്ടാണിങ്ങനെ. പറന്നുയർന്ന് താമസിയാതെ തന്നെ ഭക്ഷണം വരികയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഭക്ഷണം വന്നില്ല. വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ഇത് കിട്ടും. ഞങ്ങൾ ഓരോ സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങി. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിമാനം പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ്. മരുഭൂ സമാനമാണ് ഉസ്ബെക്കിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രദേശം. ഏതാണ്ട് ഇറാന്റെയൊക്കെ ഭൂഭാഗം പോലെ. ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങളും പച്ചപ്പുമൊക്കെ കാണാമെങ്കിലും പടിഞ്ഞാറൻ ഭാഗം ഒരു തരത്തിൽ റിമോട്ട് ഏരിയയാണ്. ജലസേചനം കൊണ്ട് കൃഷിയൊക്കെ നടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആകാശത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ ഭൂമിയുടെ ആ വരണ്ട സ്വഭാവം കാണാൻ പറ്റും.
പുരാതന കാലത്ത് സിൽക്ക് റൂട്ട് കടന്നുപോയിരുന്ന പ്രദേശങ്ങൾക്ക് മുകളിലൂടെയാണ് ഈ വിമാനം കടന്നു പോകുന്നതെന്നോർക്കണം. സമർഖണ്ഡും ബുഖാറയുമൊക്കെ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായി വലിയ ചരിത്രമുള്ള വാണിജ്യ നഗരങ്ങളായിരുന്നു. ഈ നാട്ടിൽ നിന്നാണ് ബാബറിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുകയുമൊക്കെ ചെയ്തത്. ബാബറിന് മുൻപ് ഡൽഹി സുൽത്താനേറ്റിനെ വീഴ്ത്തി ഭരണം പിടിച്ച തിമൂർ ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ചയാളാണ്. അതിനു മുൻപ് ഇന്ത്യയും ഇന്നാടുമായി വ്യാപാര സാംസ്കാരിക ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡമായും അവിടുത്തെ ജനങ്ങളുമായും ചരിത്രത്തിന്റെ ചരടിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടാണിത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രമുഖമായൊരു സാംസ്കാരിക കേന്ദ്രവും മതകേന്ദ്രവുമായിരുന്നു ബുഖാറ. ആ നാട്ടിലേക്ക് വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണ്.